ഹലോ, ഇന്ന് നമ്മൾ വാട്ടർ മെട്രോൻ്റെ നമ്മുടെ ഫസ്റ്റ് വാട്ടർ മെട്രോ എക്സ്പീരിയൻസ് ആട്ടോ പറയുന്നത്. അപ്പോൾ നമ്മളുടെ കൊച്ചിയിൽ നമ്മളുടെ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ കയറിയത്. അപ്പോൾ ദീപാവലിയുടെ അന്ന് എടുത്തൊരു വീഡിയോ ആട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അന്ന് തന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഡേ ആണ്, എല്ലാവരും ഔട്ടിങ്ങിനൊക്കെ ഇറങ്ങുന്നൊരു ദിവസം കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ കുറേ നാളത്തിന് മുമ്പ് വന്നപ്പോൾ ഇത് ഇനാഗ്രേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് ഇനാഗ്രേറ്റ് തന്നെ ചെയ്തിട്ട് തന്നെ കുറേ നാളായെന്ന് തോന്നുന്നു. നമ്മൾ നേരെ ഇതിലേക്ക് കയറി, നമ്മൾ ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ ചേട്ടൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഇരിക്കാനൊരു സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ അങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ബോട്ട് വന്നിട്ട് അതിൽ നിന്ന് ഇറങ്ങിയവരൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ വാട്ടർ മെട്രോൻ്റെ ആ ഒരു ടിക്കറ്റ്. പെർ ഹെഡ് 40 രൂപ എന്നാണ് പറഞ്ഞത്. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ എടുക്കാൻ വേണം ടിക്കറ്റ്. അപ്പം നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ട് പിന്നെ കുറച്ച് നേരം വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു, കാരണം നമ്മുടെ ബോട്ട് വരാൻ ആ ഒരു ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ കുറേ ഏജിലായിട്ടുള്ള കുറേ ആൻറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നി അവരെ കണ്ടപ്പോൾ. കാരണം അവർ ഈ ഒരു ടൈമിൽ അവരുടെ ലൈഫ് കുറച്ചും കൂടെ കളർഫുൾ ആക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മളുടെ ബോട്ട് വന്നപ്പോൾ നമ്മൾ ചെല്ലാണ്. അറ്റ് എ ടൈം ഒരുപാട് പേർക്ക് എന്തോ 90 ആണെന്ന് തോന്നുന്നു, അത്രയും പേർക്കേ അലൗഡ് ആവുള്ളെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പോൾ ഒരുപാട് പേര് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കാണാൻ നല്ല അടിപൊളിയായിരുന്നു. എക്സ്പീരിയൻസും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലൊരു ഇത് തന്നെയായിരുന്നു. നമ്മൾ ഇതിനു മുമ്പും ഇവിടെ നിന്ന് ഇങ്ങനെ മറൈൻ ഡ്രൈവിൽ നിന്നൊക്കെ നമ്മൾ ഫോട്ടോ വെച്ചൊക്കെ വേറെ ഫെറി ബോട്ട് വഴിയൊക്കെ പോയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് വാട്ടർ മെട്രോ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം ചെല്ലുന്നവർക്ക് ക്യൂ അനുസരിച്ച് ആദ്യം ചെല്ലുന്നവർക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടത്തുള്ളൂ. ഞങ്ങൾ ചെന്നപ്പോഴേക്ക് ഏകദേശം ഫില്ലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നിൽക്കാനായിട്ടൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വിൻഡോൻ്റെ സൈഡിൽ കിട്ടിയത്. മോൻ അവിടെ വിൻഡോൻ്റെ അവിടെ തന്നെ അവന് ഇരിക്കാനുള്ളൊരു ചെറിയ സ്പേസും കൂടെ കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ആണെങ്കിലും കാഴ്ചകൾ കാണാനൊക്കെ ആണെങ്കിലും പറ്റിയൊരു ഇടം തന്നെയായിരുന്നു കിട്ടിയത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു 50 to 20 മിനിറ്റ്സ് എടുത്തു എന്നാണ് തോന്നുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പോയി. അപ്പോൾ നമ്മൾ പോകുന്ന വഴി അങ്ങനെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. മെയിനായിട്ട് നമുക്ക് ഒരു ഇത് വന്നത് വേറെ മെട്രോ ബോട്ടൊക്കെ പോകുന്നുണ്ട് തിരിച്ച്. പിന്നെ ഒരു വലിയ ഷിപ്പ് കണ്ടെയ്നേഴ്സായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നും ക്രെയിൻ യൂസ് ചെയ്തുകൊണ്ട് ഈ കണ്ടെയ്നേഴ്സൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ പോകുന്നത് വേറൊരു ഷിപ്പിൽ നിന്നുള്ള ഒരു പുകയാണ്. അതൊക്കെ നല്ലൊരു കാഴ്ചകൾ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിക്കായിരുന്നു ടിക്കറ്റ് എടുത്തത്. അപ്പം നമ്മുടെ ഈ ചീനവല കണ്ടാൽ തന്നെ അറിയാമല്ലോ ഫോർട്ട് കൊച്ചി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫോർട്ട് കൊച്ചി മെട്രോ വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ഷിപ്പാട്ടോ തിരിച്ചു പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഈ ഫോർട്ട് കൊച്ചി ആ ഒരു സ്റ്റേഷനിൽ നമ്മളുടെ ഈ വാട്ടർ മെട്രോൻ്റെ ഒരു മിനിയേച്ചറൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പിന്നെ ഫോർട്ട് കൊച്ചിയൊക്കെ കറങ്ങി തിരിച്ച് പിന്നെ വീട്ടിലേക്ക് പോയി. എത്രയേ ഉള്ളൂ.